ഒരു പേപ്പർ ഞാൻ MBA കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്കും പോകേണ്ട, ഒരു പണിയും കിട്ടില്ല. യു ആർ വേസ്റ്റിംഗ് യുവർ 2 years. നിങ്ങൾ പാഷനേറ്റ് ആയ ഒരു പ്രൊഫഷൻ, ഇതെൻ്റെ പ്രൊഫഷനാണ് എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഈ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ്റെ ഒരു മാസ്റ്റർ ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഹൈ ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് എല്ലാ ന്യൂസ് ആൻഡ് വീഡിയോസ് ആൻഡ് കണ്ടന്റിന് വേണ്ടി നമ്മുടെ ഒരു ചാനൽ ഹാൽസാർ എന്ന് പറഞ്ഞ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിർബന്ധം ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആരെങ്കിലും ആളുകൾ MBA പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഐഡിയ, ഒരു 100% ഭയങ്കര ഐഡിയ അല്ല, ഒരു ബേസിക് ഐഡിയ MBA ഡിഗ്രിയെ പറ്റി, ഏത് കോളേജ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിനെ പറ്റി ഒരു ധാരണ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ ബേസിക്കലി വാട്ട് ഈസ് MBA? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പം ഒരു +2 ആഫ്റ്റർ +2 കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ BBA ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ MBA എന്ന കോഴ്സ് സെലക്ട് ചെയ്യാം. അതൊരു ഒരു മാസ്റ്റർ ഡിഗ്രിയാണ് അല്ലേ. പക്ഷെ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഇതൊരു ജസ്റ്റ് ലൈക്ക് നിങ്ങളൊരു MA എക്കണോമിക്സ് എടുക്കുന്ന പോലെ, ഒരു MSc എടുക്കുന്ന പോലെ, നിങ്ങളൊരു അക്കാഡമിക് ഒരു ക്വാളിഫിക്കേഷൻ എന്ന രീതിയിലേക്ക് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഗ്രാജുവേഷൻ, ഒരു മാസ്റ്റർ ഡിഗ്രി അല്ല MBA എന്നാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഞാനിപ്പോൾ ഒരു BA എക്കണോമിക്സ് കഴിഞ്ഞ ആളാണ്, ഞാൻ MA പഠിച്ചേക്കാം. അതൊരു തിയറിറ്റിക്കലി മാത്രം പഠിച്ചുകൊണ്ട് ഒരു പേപ്പർ ഞാൻ MBA കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്കും പോകേണ്ട, ഒരു പണിയും കിട്ടില്ല. യു ആർ വേസ്റ്റിംഗ് യുവർ 2 years. നിങ്ങളുടെ 2 വർഷം നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എന്താണ് MBA? കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശം. ശരിക്കും MBA അല്ലെങ്കിൽ ദ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ശരിക്കും ആ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുണ്ടല്ലോ. സോ ബേസിക്കലി മാസ്റ്ററാണ് നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫേം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫേമിനെ, ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പൊസിഷനിലേക്കാണ് ഒരു MBA കഴിഞ്ഞ ഒരാൾ പല അല്ലെങ്കിൽ പല പൊസിഷനിലേക്ക് എത്താൻ. ബേസിക്കലി ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഫേം ആയിക്കോട്ടെ, ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, വാട്ട് എവർ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ക്യാപ്റ്റൻ എന്ന രീതിയിലൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ ഒരു എന്റർപ്രണേഴ്സിനെ അല്ലെങ്കിൽ ലീഡേഴ്സിനെ, മാനേജർമാരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോഴ്സാണ് MBA. ആ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു തിയറി പേപ്പർ അല്ല, ഞാനൊരു പ്രൊഫഷണൽ കോഴ്സായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ബേസിലായിരിക്കും ഞാൻ എൻ്റെ ജോലി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രാക്ടിക്കലായി കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കേണ്ടതുണ്ട്. ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കത്തിയെന്ന് വിചാരിക്കുന്നു. സോ തിയറിക്ക് അപ്പുറത്തേക്ക് പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന ധാരണയോട് കൂടി സോ ബേസിക്കലി എന്താണ് IIM? ഒരു MBA എടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് IIM അല്ലേ. നമ്മളെല്ലാവരും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ IIM അല്ലെങ്കിൽ ഇന്ത്യയിലെ, അതിപ്പോൾ ജസ്റ്റ് കോഴിക്കോട് തന്നെയാണ്, ഇന്ത്യയിലെ ഏത് IIM-ൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പണ്ട് ആളുകൾ പറയാറുണ്ട് IIM-ൽ പഠിക്കാൻ ഫീസ് ഭയങ്കരമാണ്, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പണം ചിലവാക്കി പഠിച്ചൊരു കാര്യമുണ്ടോ, അത്രയും പൈസ എവിടുന്ന് കിട്ടും? നിങ്ങൾക്ക് ഒരു IIM-ൽ എവിടെയെങ്കിലും ഒക്കെ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകാർ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വന്ന് വരി നിൽക്കും എഡ്യൂക്കേഷൻ ലോൺ തരാൻ. കാരണം ഒരു IIM-ൽ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്രത്തോളം ഒരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി അത്രത്തോളം തലയുള്ള ആളായിരിക്കും. അവിടെ അല്ലെങ്കിൽ അവിടെ ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച കമ്പനിയിലേക്ക്, നല്ല ഒരു പൊസിഷനിലേക്ക് അവർക്ക് ജോലിയും പ്ലേസ്മെൻറ്റും നല്ലൊരു സാലറി പാക്കേജൊക്കെ കിട്ടുന്ന കാര്യം പകൽ പോലെ വ്യക്തമായതുകൊണ്ട് എന്തായാലും അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഒരു ബാധകമല്ല. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മൈനോറിറ്റി ആളുകൾ ഇവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാം, 99 പോയിന്റിന് അപ്പുറത്തേക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്. എൻട്രൻസ് എക്സാമിലെ കട്ട് ഓഫ് മാർക്ക് വരും. അത്രയും കുറച്ച് സീറ്റുകൾ മാത്രമേ ഇന്ത്യയിൽ ഓൾ ഓവർ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? ബാക്കി മെജോറിറ്റി ആളുകളും MBA പഠിക്കുക. ചിലപ്പോൾ നമ്മളെ നാട്ടിലൊക്കെയുള്ള കോളേജിൽ MBA പഠിക്കുക. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ഒരുപാട് നല്ല നല്ല കോളേജുകൾ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്കാം, ബാംഗ്ലൂരിലൊക്കെ പോയിട്ടാണ് പ്രധാനമായും MBA പഠിച്ച് കാണാറുള്ളത്. അപ്പോൾ നമ്മളൊരു കോളേജ്, ഇപ്പോൾ ഇത് IIM-ൽ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഹിസ് ദ ബെസ്റ്റ്, അവൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത്, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഇവിടെ എത്താൻ കഴിയുന്നില്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാം? അവിടെയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കൃത്യമായ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായ ഒരു അതോറിറ്റൈസേഷൻ ആ കോളേജിന് കിട്ടിയിട്ടുണ്ടോ എന്നാണ് കൃത്യമായി ആദ്യം നോക്കേണ്ടത്. അതിൽ കൃത്യമായി AICTEയുടെയോ അല്ലെങ്കിൽ NAAC-ൻ്റെയോ കൃത്യമായ അപ്രൂവൽ ഉള്ള കോളേജ്. ഇതാണ് ബേസിക് നിങ്ങളൊരു ക്വാളിഫിക്കേഷൻ വൈസ് നോക്കേണ്ട കാര്യം. ആ ഒരു കോളേജ്, നമ്മളൊരു കോളേജിന് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഓക്കെ, NAAC-ന് ചുമ്മാ ഒരു NAAC-ന് ഒരു A++ ലെവലിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയ അല്ലെങ്കിൽ അഫിലിയേഷൻ കിട്ടിയ ഒരു കോളേജാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ബേസിക്കലി. രണ്ടാമത്തെ കാര്യം, സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി, ബിസിനസ് സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എന്തിനാണ് ഇത്തരം കോളേജ് ക്യാമ്പസ് സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ MBA ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ MBA ചെയ്യുന്ന ആളുകളുണ്ട്.
എനിക്കറിയില്ല അവർ എത്രത്തോളമാണ്. ചിലപ്പോൾ അവരൊക്കെ ഏറ്റവും മികച്ചൊരു ഫേമിലൊക്കെ ജോലി എത്തിയ ആളുകളൊക്കെ ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യും. അപ്പോൾ ആസ് എ സ്റ്റുഡൻസ് എന്ന രീതിയിലോ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങളൊരു ബിസിനസ് സ്കൂളുകളിലൊക്കെ പോയി, ബിസിനസ് സ്കൂളിൽ നിന്ന് അപ്പാർട്ട് ഫ്രം ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, സെൻറ്റ് ജോസഫ് കോളേജ്, MS രാമയ്യൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പറയപ്പെടുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇനി വീണ്ടും നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് എന്താണ് പ്ലേസ്മെൻറ്റ് റെക്കോർഡ്. ഈ പ്ലേസ്മെന്റ് റെക്കോർഡിന്റെ ഇതിന്റെ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒളിപ്പിച്ച് വെക്കുന്ന നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റാണ്, നിങ്ങൾക്ക് 100% ജോലി എന്തായാലും തരും എന്ന് പറയും. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നമുക്ക് ജോലി തരും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി ജോലിക്ക് വെച്ച് തരുന്നതല്ല പ്ലേസ്മെന്റ്. പിന്നെന്താ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ അത് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയി നിങ്ങൾ ആ കോളേജിന് മാറ്റാൻ കഴിയണം. ഇവിടെയാണ് ആ പോയിന്റ്. പ്ലേസ്മെന്റ് 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. അവർ ഏതൊക്കെയോ കമ്പനിയായിട്ട് ടൈപ്പ് ആക്കി വെക്കും, നിങ്ങളെ കോഴ്സ് ചെയ്യും അവിടെ കൊണ്ടുപോയിടും. അതെന്ത് കാര്യം? നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു പാക്കേജോ കാര്യങ്ങളോ അവിടെ നിന്ന് കിട്ടൂല. നമ്മൾ ആ കോളേജിൽ പഠിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റീവ് ഒരു സാധനമായി നമ്മൾ മാറണം. അത് നമ്മൾ ഏത് കമ്പനിയുടെ ഇന്റർവ്യൂവിന് പോയിരുന്നാലും ആ വരുന്ന 5 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ ഏറ്റവും അടിപൊളി നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിയണം. അതിന് വേണ്ട പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി കിട്ടണമെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് കോളേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പോകേണ്ടത്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഇന്റേൺഷിപ്പ് അവിടെ കിട്ടും, ഇൻഡസ്ട്രിയിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പല മേഖലയിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ കോഴ്സ് ചിലപ്പോൾ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയി HR ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ കോഴ്സ് നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് നിഹാൽ സാർ എന്ന് പറയുന്ന, ജസ്റ്റ് അതിലേക്കൊന്ന് നിങ്ങൾക്ക് മെസ്സേജ് കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ എൻ്റെ ടീമുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായ ധാരണയില്ലാതെ നമ്മൾ എവിടെയും പോയി എന്ത് ചെയ്ത് വീഴാൻ വേണ്ടി പാടില്ല. അടുത്തൊരു കാര്യം എന്താണ് പിന്നെ ഫാക്കൽറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഫാക്കൽറ്റീസിനെ പറ്റി നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൊരു ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയാലൊക്കെ അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പക്ഷെ അവിടെ ക്ലാസ് എടുക്കുന്ന രീതി ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ അറിയാൻ സാധിക്കും അല്ലേ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ആ കോളേജിന് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഒരു ബിസിനസ് സ്കൂളിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടോ? നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഓൺലൈനായിട്ട് ആരെങ്കിലും ഫോം വിളിച്ച് പറഞ്ഞ് അഡ്മിഷൻ എടുക്കുന്ന പരിപാടി ആകരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കുട്ടികളോട്, എപ്പോഴും എനിക്ക് സജഷൻ ചോദിക്കും, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് നന്നായി ആ കോളേജ് ഒന്ന് കാണണം. നിങ്ങൾ 2 വർഷം പഠിക്കാൻ പോണ സ്ഥലം, അത് മൊബൈൽ ഫോണിലൊരു ഫോട്ടോ കണ്ടോ മൊബൈൽ ഫോണിൽ ആരോ വിളിച്ചു പറഞ്ഞിട്ടോ അല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ പോയിട്ട് കൃത്യമായി കണ്ട് മനസ്സിലാക്കണം. ഏറ്റവും ബേസ് ചെയ്യേണ്ട പണിയാണ്. അടുത്തെന്താ പരിപാടി? അടുത്തൊരു ലൊക്കേഷനാണ്. എന്തുകൊണ്ടാണ് എല്ലാ ആളുകളും ബാംഗ്ലൂരിൽ പോയി MBA ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിൽ പോയി MBA ചെയ്യുന്നത്? ശരിക്കും MBA എന്ന് പറയുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ബിസിനസ് നമ്മൾ ചെയ്യുന്നതിനാ പ്രോഫിറ്റ് കിട്ടാനാണ്. ഒരു ചെറിയ ബിസിനസ്സും ഒരു വലിയ ബിസിനസ്സും നമ്മൾ വ്യത്യാസം എന്താ? നമ്മൾ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞാനൊരു ബിസിനസ് ചെയ്യാം, കേരളത്തിലെമ്പാടും ഞാൻ ബിസിനസ് ചെയ്യാം, ഇന്ത്യ ഒട്ടാകെ ഞാൻ ബിസിനസ് ചെയ്യാം. ഇത് മൂന്ന് തരം ടൈപ്പാണ്, മൂന്ന് ലെവലിലെ ബിസിനസ്സുകളാണ്. നമ്മളെ ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഇംഗ്ലീഷ് കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കണ്ട. ഇത് ഞാൻ പറഞ്ഞൊരു ഹയർ ലെവൽ പൊസിഷനിലേക്ക് നമ്മൾ എത്തേണ്ട, നമ്മളൊരു ആസ് എ പേഴ്സൺ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാക്ടിക്കലി ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റായി മാറേണ്ട ഒരു കോഴ്സാണ്. അവിടെ നിങ്ങൾ കൃത്യമായ ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ലാംഗ്വേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാനാണ് നമ്മൾ ശരിക്കും ബാംഗ്ലൂർ പോലത്തെ മെട്രോപൊളിറ്റിക്കൽ സിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവിടെ ഒരു ചായക്കടയിൽ നിങ്ങളൊരു ചായ വാങ്ങാൻ പോയാൽ പോലും അയാൾ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. കാരണം നമ്മൾ ബാംഗ്ലൂർ, ഇപ്പം ഞാനൊക്കെ ബാംഗ്ലൂർ എത്തിയതിനു ശേഷം എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. വേറെ ഒന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് നല്ലൊരു എക്സ്പോഷർ കിട്ടി. എനിക്ക് ഞാൻ ചെയ്ത ജോലി പ്രകാരം എനിക്ക് എന്തെങ്കിലും ഏണിങ്സ് കിട്ടിയൊന്നും എനിക്കറിയില്ല. ബട്ട് ദ ലാംഗ്വേജ് ആൻഡ് ഹൗ ടു ആളുകളുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, എന്താണ് സൊസൈറ്റി, എന്താണ് ലോകം എന്നൊക്കെയുള്ള ഒരു ബേസിക് ആയ ഐഡിയ എനിക്ക് അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലോഷർ നമുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇത്തരം വലിയ സിറ്റീസ് നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ബേസിക്കലി പല ആളുകളും ബാംഗ്ലൂർ പോകുന്നുണ്ട്, പക്ഷേ പല കോളേജുകളും പല രീതിയിൽ അഡ്മിഷൻ നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത്രയും അപ്രൂവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പല കോളേജിലും ഒരുപാട് സ്കോളർഷിപ്പുകൾ നിലവിലുണ്ട്. ഈ MBAക്ക് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് പലരും പറയാറില്ല. പല ഏജന്റുകളായിരിക്കും നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ഏജന്റുമാരൊന്നും പറയില്ല, ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. സോ അത്തരം സ്കോളർഷിപ്പുകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ബെസ്റ്റ് കോളേജിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ജെന്യൂൻ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ DM ചെയ്യാം.
എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര അറിവുള്ള ആളൊന്നും കേട്ടോ. പക്ഷെ എനിക്കും എൻ്റെ ടീമുമായിട്ട് എനിക്ക് അറിയുന്ന പരിമിതമായ അല്ലെങ്കിൽ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിക്കും. സോ വൈ ഷുഡ് ഐ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കൃത്യമായി ഐഡിയ ഇല്ല. കാരണം ഞാനും നിങ്ങൾ ഈ പ്രായത്തിൽ ഇതുപോലെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഐഡിയ ഒന്നും ഇല്ലാത്ത ആളുകളായിരുന്നു. പക്ഷേ ഈ ഒരു ഐഡിയ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ പല കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ നമ്മളൊരു സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനത് ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊരിക്കലും തോന്നാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഒരാളൊരു കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ആളുകൾ വളരെ ആഗ്രഹത്തിൽ ഹോപ്പിലാണ് പലതും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നമ്മളയാൾ പറ്റിച്ചല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്, നമ്മൾ അയ്യേന്നായി പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്, ആയി പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ഐഡിയ വേണം. അറിയാത്ത ആളുകൾ അറിയുന്ന ആളുകളുമായി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുക. സോ ആരെങ്കിലൊക്കെ നിങ്ങൾ ഇപ്പോൾ BBA ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്, MBA അല്ലെങ്കിൽ BBA ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിഹാൽ സാർ എൻ്റെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഈ കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ വീഡിയോനെ പറ്റി കണ്ടിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ മെസ്സേജ് മതി, ഞാൻ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇനിയും കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വൈസായി ചൂസ് ചെയ്യുക. എൻ്റെ നല്ലൊരു കരിയർ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരിയർ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ.